നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ആക്ച്വലി ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് ആണ് ഡിസ്കസ് ചെയ്യാറുള്ളൂ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഇച്ചിരി വീക്ക് ആയിരുന്നു, അതുകൊണ്ടാണ് ചെയ്യുന്നില്ലായിരുന്നു. ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് ആക്ച്വലി നമ്മുടെ മാർക്കറ്റ് ഒരു ഗുഡ് കണ്ടീഷനിൽ ഉണ്ടാവണം, എന്നിട്ടേ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് എന്തെങ്കിലും വർക്കാവുള്ളൂ. നല്ല മൂവ് ഉണ്ടാവാറുണ്ട് യൂഷ്വലി. ഇപ്പോൾ ഒത്തിരി ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് അറിയില്ലായിരിക്കും. സോ നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ബ്രേക്ക്ഔട്ട് സ്റ്റോക്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ആ പ്ലേലിസ്റ്റിലുണ്ട് അത് ഓപ്ഷൻ. സോ അവിടെ ഒത്തിരി ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് പണ്ടേ ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്താ അത് നല്ലപോലെ മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ആക്ച്വലി ബാക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എന്നിട്ട് വേണം ഇതിലേക്ക് നിങ്ങൾ വരാൻ. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്കാണ് സെലാൻ എക്സ്പ്ലോ ആണ്. ഇവിടെ സൈഡിൽ പേര് കൊടുത്തിട്ട് മുകളിലെയും പ്ലെയിൻ ആണ്, സെലാൻ എക്സ്പ്ലോ ടെക്. ആക്ച്വലി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ഫാസ്റ്റ്. ഈ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നല്ല ഫാസ്റ്റ് ആൻഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാറുണ്ട്. നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റ് മൂവ് ഉണ്ടാകും, ഞാൻ കൊടുക്കുന്ന ലെവൽസ് ഉണ്ടാവും. ഓക്കെ, സോ ഇതിനകത്ത് ഒത്തിരി ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ബ്രേക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ സഡൻ മൂവ് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ആൻഡ് ദെൻ ട്രെയിലിംഗ് എസ്സിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റ്സ് ഞാൻ ഷെയർ ചെയ്യണം. ഇവിടെ 1 to 3 ടാർഗറ്റ്സ് ഒക്കെ ഉണ്ടാവും. ആ ടാർഗറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ പ്ലേ ചെയ്യണം. കൂടുതൽ ക്വാണ്ടിറ്റി സ്റ്റാർട്ടിങ്ങിൽ എടുക്കല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് പോസ് എടുത്തിട്ടാണല്ലോ ബ്രേക്ക്ഔട്ട് സ്റ്റോക്കിൽ വരുന്നത്. സോ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, ട്രാക്ക് ചെയ്യുക, ക്വാണ്ടിറ്റി സ്മോൾ വയ്ക്കുക, ആൻഡ് ദെൻ സ്ലോലി മാർക്കറ്റ് റെഡിയാവും. സ്റ്റോക്സിൻ്റെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സിന് നിങ്ങൾക്ക് ആ ഒരു ഇത് കണ്ടീഷൻ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ അതിനകത്ത് നമുക്ക് പെർഫെക്റ്റ്ലി പ്ലേ ചെയ്യും. ഓക്കെ, ഓവറോൾ ഇപ്പോൾ ഇനി എന്തായാലും പെട്ടെന്ന് ഞാൻ സ്ട്രക്ചർ ക്ലിയർ ചെയ്തേക്കാം. നമ്മുടെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് നമ്മുടെ സെലാൻ എക്സ്പോർട്ടാണ്, മിനറൽ എനർജി സ്റ്റോക്കാണ് ഇത്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലി ടെക്നിക്കൽ പാറ്റേൺ ആണ് ഇതിനകത്ത്. സോ ഈ സ്റ്റോക്ക് നമ്മൾ ഇവിടുന്ന് ഹയർ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രക്ചർ ഫുൾ ഞാൻ പറയാനുള്ളത്, എനിക്ക് ഇത് സ്ട്രക്ചർ ഇവിടെ അങ്ങനെ ഒരു ചാനൽ പോലെ ഉണ്ടായിരുന്നു. ആ ചാനലിൻ്റെ ബ്രേക്ക്ഔട്ട് തന്നിട്ടാണ് മുകളിൽ വീണ്ടും ഇങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ചാനലിൻ്റെ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞു. ഓക്കെ, താഴേക്ക് വന്ന് ഓൾമോസ്റ്റ് റീടെസ്റ്റ് എടുത്തു എന്ന് പറയാം. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ബ്രേക്ക്ഔട്ടിലേക്ക് കിടക്കുന്നു. ഓക്കെ, അതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. സോ വീക്ക് ഒന്നും ആയിട്ടില്ല. ഇവിടുന്ന് വീണ്ടും ബൈങ് ജനറേറ്റ് ആയിട്ടുണ്ട്. കൺസോളിഡേഷൻ കഴിഞ്ഞു, ബ്രേക്ക്ഔട്ടായി, ആൻഡ് ദെൻ വീണ്ടും നെക്സ്റ്റ് കൺസോളിഡേഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഇതല്ല ബ്രേക്ക്ഔട്ട് ഞാൻ പറയാൻ പോകുന്നത്. ബ്രേക്ക്ഔട്ട് നമ്മൾ നെക്സ്റ്റ് ഇനി വരുന്ന സംഭവമാണ് ഈ ഒരു കൺസോളിഡേഷൻ സോണാണ്. ഈ കൺസോളിഡേഷൻ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ട്രക്ചർ നമുക്ക് കാണുന്നത് എങ്ങനെയാണ്, ഇത് ഇവിടുന്ന് ഇതിങ്ങനെ വരക്കണം. ഇതൊരു ഓൾമോസ്റ്റ് ഒരു ട്രയാങ്കിളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലിക്വിഡിറ്റി സ്വീപ്പിൻ്റെ ആ ഒരു ട്രയാങ്കിളാണ് ഇത് കണ്ടോ, റെഡ് കാൻഡിൽസ് കണ്ടോ. സോ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ താഴെ ലിക്വിഡിറ്റി ഉണ്ട്. എല്ലാം ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി സ്വീപ്പിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി പ്ലേലിസ്റ്റിൽ പോയി കാണണം. തീർച്ചയായിട്ടും ലിക്വിഡിറ്റി സ്വീപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഇവിടുന്ന് വരുന്ന ഒരു ട്രയാങ്കിൾ ട്രയാങ്കിൾ താഴത്തെ സപ്പോർട്ട് കൂടിയാണ്. ഓക്കെ, സോ ഇതാണ് ഇപ്പോൾ സ്ട്രക്ചർ ഇതിനകത്ത് ഉള്ളത്. നമുക്ക് പറയാനുള്ളത് ദാറ്റ് മീൻസ് ഈ ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ അകത്താണ് ഈ ഒരു കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. കൺസോളിഡേഷൻ പീരീഡും ചെറുതല്ല, അത്യാവശ്യം നല്ല വലുതുമാണ്. നല്ല ഒരു കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് സ്ട്രക്ചറിലേക്ക് പോകാം. ചെറിയ സ്ട്രക്ചറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലെഗ് പറയാനുള്ളത്. എനിക്ക് ലെഗ് എന്ന് വെച്ചാൽ താഴെ നിന്ന് ഫസ്റ്റ് ലെഗാണ് സ്റ്റാർട്ട്. താഴെ ഇവിടെ നിന്നാണ് ആ ബൈങ് ജനറേറ്റ് ആയത്. ഓക്കെ, ബൈങ് ജനറേറ്റ് ആയി ഫസ്റ്റ് ആൻഡ് ദെൻ സെക്കൻഡ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, സോ ഫിബനാച്ചി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ലെഗിൻ്റെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് ഈ താഴെ നിന്ന് ഈ മുകളിൽ ഈ ട്രയാങ്കിളുടെ അകത്തുള്ള ലെഗ് നമ്മൾ ഫിബനാച്ചി വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രോപ്പർലി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാറുള്ളൂ. കാരണം കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ പാടില്ല. അല്ലാണ്ട് ചുമ്മാ ട്രേഡ് ചുമ്മാ മറ്റേ ഇത് കൊടുത്തിട്ട് സ്റ്റോക്ക് എന്തെങ്കിലും നിങ്ങൾ കൂടി ഷെയർ ചെയ്തിട്ട് എനിക്കൊരു പ്രയോജനമില്ല. എൻ്റെ ഉദ്ദേശം തന്നെയാണ് എക്സ്പ്ലനേഷൻ ഫുള്ള് കൊടുക്കുക. ഓക്കെ, സോ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ട പ്രൈസ് എവിടുന്ന് കറക്റ്റ് നമ്മുടെ ഗോൾഡൻ സോൺ ഇവിടുന്ന് പ്രൈസ് സപ്പോർട്ട് എടുത്തു, ദെൻ മുകളിലേക്ക് കയറുന്നു ആൻഡ് 81.00%. ഓക്കെ, 81.00% അവിടെ നിന്നാണ് കറക്റ്റ് റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അവിടെ അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഓക്കെ, സോ ഫിബനാച്ചി ഇതാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ലെഗ് ഓൾമോസ്റ്റ് ആ ഒരു കൺസോളിഡേഷൻ പീരീഡിലാണ്, അതിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫിബനാച്ചിയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണും. എല്ലാം പ്ലേലിസ്റ്റിലുണ്ടാകും, ലേണിംഗ് വീഡിയോ സെക്ഷനിൽ എല്ലാം ഉണ്ടാകും. ഓക്കെ, അതുകൂടി കാണണം. സോ ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ, സോ ഫസ്റ്റ് ലെഗ് ഇങ്ങനെ ആയി, സെക്കൻഡ് ഡൗൺ താഴേക്ക് വന്നു, ആൻഡ് തേർഡ് മുകളിലേക്ക് പോകാനുള്ള ശ്രമയിലാണ്. തേർഡ് എപ്പോഴാണ്
നമുക്ക് ബ്രേക്കൗട്ട് കിട്ടുന്നത് എപ്പോഴാണ് ബ്രേക്കൗട്ട് കിട്ടുന്നത് നമുക്ക് റെസിസ്റ്റൻസ് ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ ഈ ഒരു 935 ഓക്കെ. ഇത് ഞാൻ ലൈറ്റ് ഗ്രീൻ ആക്കിയാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുള്ളൂ. ലൈറ്റ് ഗ്രീൻ യെല്ലോ ആക്കി എടുക്കാം കേട്ടോ. ഓക്കെ, സോ ഇതാണ് 935, ഇതാണ് നമ്മുടെ എൻട്രി. ഇതിൻ്റെ അബവാണ് പ്രൈസ് ബ്രേക്കൗട്ട് തരുള്ളൂ. എൻട്രി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നോക്കിയെടുക്കാം, ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഇത് തന്നെയാണ്. 935 അബവാണ് ബ്രേക്കൗട്ട് തരുള്ളൂ. സ്പീഡ് കുറച്ചുകൂടി കിട്ടുള്ളൂ, പ്രൈസിന് സ്പീഡ് കുറച്ചുകൂടി അപ്പോഴും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ SL ഇവിടുത്തെ SL ഒക്കെ SL പോകും. പിന്നെ ഇരിക്കുന്നത് ഈ ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടാവും, അതുകൂടി വേണമെങ്കിൽ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക്. ഏത് 949 950 കൂട്ടിക്കും. ഓക്കെ, ഇത് കൂടി കഴിഞ്ഞാൽ പിന്നെ റെസിസ്റ്റൻസ് ഇല്ല. ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ നല്ല ഈസിലി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകുന്നത്. ഇവിടെ 975 ആൻഡ് ദെൻ ഇവിടെ 1010. ഓക്കെ, കണ്ടോ? സോ പ്രൈസ് ഇപ്പോൾ ഉള്ളത് എവിടെ 900-ലാണ് ടാർഗറ്റ്സ് കാണുന്നത്, കണ്ടോല്ലോ. ഫിബൊനാച്ചി വെച്ചിട്ട് ആക്ച്വലി നമ്മുടെ ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി ഇവിടെ ഈ ലെഗ് ടു ഇങ്ങനെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എന്ത് ഓക്കെ, ബ്രേക്കൗട്ട് കഴിഞ്ഞാൽ പിന്നെ ടാർഗറ്റ്സ് വരുന്നത് ഓക്കെ 78.60%, 100% ആൻഡ് 127% ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുള്ളൂ. അത് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അതാണ് 1085. ട്രെയിലിംഗ് SL വെച്ചിട്ട് അത്ര വരെ ആരെങ്കിലും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ട്രെയിലിംഗ് SL വെച്ചിട്ട് വേണം അവിടെ വരെ ഹോൾഡ് ചെയ്യാൻ. ട്രെയിലിംഗ് SL മസ്റ്റാണ്. ഓക്കെ, മാക്സ് ടു മാക്സ് ഇത് വിതൗട്ട് ബ്രേക്ക്, ഇത് ആക്ച്വലി ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫിബൊനാച്ചി വിതൗട്ട് ബ്രേക്ക്. ദാറ്റ് മീൻസ് ചില സമയത്ത് മാർക്കറ്റ് ബ്രേക്കൗട്ട് ബ്രേക്കൗട്ട് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, സിംഗിൾ ഡെയിലി 8 to 10% തരാറുണ്ട്. സിംഗിൾ ഡേയ്സിൽ ഒരു സിംഗിൾ ഡെയിലി 8 to 10% മിനിമം തരും. ചില സമയത്ത് ഇത് 15 to 20% സിംഗിൾ ഡെയിലി തരാറുണ്ട്. ബട്ട് മാക്സ് ടു മാക്സ് സിംഗിൾ ഡെയിലി 8 to 10% കിട്ടിയാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറേണ്ടതാണ്. അതാണ് ബ്രേക്കൗട്ട് സ്റ്റോക്സിൻ്റെ പവർ. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് പോയി ചെയ്യുക. നമ്മുടെ സ്വിംഗ് സ്റ്റോക്സിൽ കൊടുത്തിട്ടുണ്ടാകും, പ്ലേലിസ്റ്റിൽ സ്വിംഗ് സ്റ്റോക്സിലുണ്ടാകും. അതെല്ലാം കൂടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സോ എൻട്രി പ്രൈസ് ഐ തിങ്ക് കുറച്ചുകൂടി ബെറ്റർ ഇത് തന്നെ 935 ആണ്. പിന്നെ താഴെ നിങ്ങൾ ഡിപ്പിൽ നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് സ്ട്രക്ചറുടെ വീക്ക്നെസ് തുടങ്ങുന്നത് ഈ ഒരു ലോ, ഈ സ്വിംഗ് ലോ അല്ലേ, ഈ സ്വിംഗ് ലോ ഇത് 830, ഇതിൻ്റെ ബിലോ മാത്രമേ സ്ട്രക്ചർ വീക്ക് ആവുള്ളൂ. ദാറ്റ് മീൻസ് അതാണ് SL വെക്കാനാണെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ SL ആയിരിക്കുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം എൻട്രി എടുക്കാൻ. ബ്രേക്കൗട്ട് 935 ആൻഡ് ശരിക്കും ബ്രേക്കൗട്ട് ജെന്യുവൻ ബ്രേക്കൗട്ട് ആണെങ്കിൽ അടിച്ച് കയറുള്ളൂ. സ്ലോ വരത്തില്ല. അതാണ് ബ്രേക്കൗട്ട് സ്റ്റോക്സ് ഒക്കെ. ഓക്കെ, സ്ലോ പയ്യെ അങ്ങനെ പോകത്തില്ല. നല്ല ഹ്യൂജ് ബ്രേക്കൗട്ടിലേക്ക് ഇങ്ങനെ സഡൻ അടിച്ച് കയറ്റി കൊണ്ടുപോകും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളിപ്പോൾ എടുത്തില്ലെങ്കിൽ കുറച്ച് ദിവസത്തെ പോസ് എടുത്തിട്ടാണ് ഞാൻ സ്വിംഗ് സ്റ്റോക്സ് ചെയ്യുന്നത്. സോ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ട്രാക്ക് ചെയ്താൽ മതി. ട്രാക്ക് ചെയ്യണം, മസ്റ്റാണ് ട്രാക്ക് ചെയ്യാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് ആക്ച്വലി ആ ഒരു സ്വിംഗ് സ്റ്റോക്സ് ബ്രേക്കൗട്ട് സ്വിംഗ് സ്റ്റോക്സിൻ്റെ ആ ഒരു ദിശ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവരുടെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.